ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ സുവോളജി ക്ലാസ്സിൽ +2 സുവോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കായ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷനാണ് നമ്മൾ വിശദമായി പഠിക്കുന്നത്. ആദ്യമായി എന്താണ് ഇൻസെമിനേഷൻ എന്ന് നോക്കാം. ഇൻസെമിനേഷൻ ഈസ് ദ റിലീസ് ഓഫ് സ്പേംസ് ഇൻ ടു ദ വജൈന. ഇപ്രകാരം റിലീസ് ചെയ്യപ്പെടുന്ന സ്പേംസ് യൂട്രസിലേക്ക് മൂവ് ചെയ്യുന്നു. സെർവിക്സിലൂടെ യൂട്രസിലെത്തുകയും ഫലോപ്പിയൻ ട്യൂബിലേക്ക് യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു. സ്പേം റീച്ചസ് ദ ആംപുലറി റീജിയൻ ഓഫ് ഫലോപ്പിയൻ ട്യൂബ്. ഈ ചിത്രത്തിൽ സ്പേം പാത്വേ നമുക്ക് കാണാവുന്നതാണ്. സ്പേം പാത്വേ എങ്ങനെയാണ്? വജൈന, സർവിക്സ്, യൂട്രസ്, ആംപുലറി റീജിയൻ. അതേസമയം ഓവറിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഓവം ആംപുലറി ഇസ്തമിക് റീജിയനിലേക്ക് എത്തുന്നു. നൗ എല്ലാ കോപ്പുലേഷനിലും ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഓവവും സ്പേമും ഒരുമിച്ച് ആംപുലറി ഇസ്തമിക് റീജിയനിലെത്തിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ദിസ് ഈസ് ദ റീസൺ വൈ all copulations do not end in pregnancy. Now let us study the process of fertilization. Millions of sperms ആണ് ഓവത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. സ്പേംസ് ഹെഡ് കണ്ടെയ്ൻസ് എക്രോസോം. എക്രോസോമിൽ എൻസൈമുകൾ നിറഞ്ഞിരിക്കുന്നു. എക്രോസോമിലുള്ള എൻസൈമുകളുടെ സഹായത്താൽ ഓവത്തിൻ്റെ ഔട്ടർ കവറിങ്ങുകളായ സോണ പെല്ലുസിഡ, പ്ലാസ്മ മെംബ്രെയിൻ എന്നിവയിലൂടെ സ്പേമിന് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നു. ഹിയർ യു ക്യാൻ സീ ദ അക്രോസോമൽ റിയാക്ഷൻ. വെൻ സ്പേം ഹെഡ് ടച്ചസ് ദ ഓവം, അക്രോസോം റിലീസസ് ദ എൻസൈം. എൻസൈമിൻ്റെ സഹായത്താൽ സ്പേംസ് എഗ് സൈറ്റോപ്ലാസത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഉടനെ തന്നെ സോണ പെല്ലുസിഡ എന്ന ഔട്ടർ എഗ് മെംബ്രെയിൻ്റെ കട്ടി കൂടുകയും മറ്റ് സ്പേമുകൾക്ക് എഗ് സൈറ്റോപ്ലാസത്തിലേക്കുള്ള പ്രവേശനം റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. Thus, hardening of zona pellucida blocks the entry of additional sperms. ഇപ്രകാരം ഒരു സ്പേമിന് മാത്രമേ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് മോണോസ്പേമി. ഇപ്രകാരം സോണ പെല്ലുസിഡ ഹാർഡൻ ചെയ്യുന്നത് കൊണ്ട് മറ്റ് സ്പേമുകൾക്ക് എഗ് സൈറ്റോപ്ലാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സോണ പെല്ലുസിഡ ഹാർഡനിങ് പോളിസ്പേമി എന്ന പ്രതിഭാസത്തെ പ്രിവെൻറ്റ് ചെയ്യുന്നു. എന്താണ് അക്രോസോമിൻ്റെ ജോലി നോക്കാം. അക്രോസോം എന്നത് സ്പേമിൻ്റെ ഹെഡിൽ ന്യൂക്ലിയസിന് മുകളിലായി കാണപ്പെടുന്ന ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. അക്രോസോമിലുള്ള എൻസൈമുകൾ സ്പേമിന് എഗ് സൈറ്റോപ്ലാസത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്നു. Now, after sperm entry, സെക്കൻഡറി oocyte സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുകയും ഹാപ്ലോയിഡ് ഓവവും സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാവുകയും ചെയ്യുന്നു. ഓവുലേഷനിൽ റിലീസ് ചെയ്യപ്പെടുന്ന സെക്കൻഡറി oocyte സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത് സ്പേം എൻ്റർ ചെയ്തതിന് ശേഷമാണ്. After sperm entry, secondary oocyte undergoes second meiotic division and forms second polar body and haploid ovum. ഉടനെ ഹാപ്ലോയിഡ് എഗ് ന്യൂക്ലിയസും ഹാപ്ലോയിഡ് സ്പേം ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്യപ്പെടുകയും ഡിപ്ലോയിഡ് സൈഗോട്ട ഉണ്ടാവുകയും ചെയ്യുന്നു. കുഞ്ഞിൻ്റെ ലിംഗനിർണയം നടക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഫീമെയിലിൽ
2 എക്സ് ക്രോമസോം കാണപ്പെടുമ്പോൾ മെയിൽസിന് 1 എക്സ് ക്രോമസോമും വൈ ക്രോമസോമുമാണ് ഉള്ളത്. ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവത്തിനെല്ലാം തന്നെ എക്സ് ക്രോമസോമുകൾ ലഭിക്കുമ്പോൾ സ്പേംസിന് 50% സ്പേംസുകൾക്ക് എക്സ് ക്രോമസോമുകളും 50% സ്പേമുകൾക്ക് വൈ ക്രോമസോമുകളും കിട്ടും. എക്സ് ക്രോമസോമുള്ള സൈഗോട്ട് ഫീമെയിൽ ചൈൽഡായും എക്സ് വൈ ക്രോമസോം ലഭിക്കുന്ന സൈഗോട്ട് മെയിൽ ചൈൽഡായും വളരുന്നു. അതായത് ഓവത്തിന് എക്സ് ക്രോമസോം ഉള്ള സ്പേം ഫെർട്ടിലൈസ് ചെയ്തു എങ്കിൽ ഫീമെയിൽ ചൈൽഡും വൈ ക്രോമസോം ഉള്ള സ്പേം ഫെർട്ടിലൈസ് ചെയ്തു എങ്കിൽ മെയിൽ ചൈൽഡും ലഭിക്കുന്നു. എക്സ് ഉള്ള സൈഗോട്ട് ഫീമെയിലായും എക്സ് വൈ ഉള്ളത് മെയിലായും മാറുന്നു. ഇപ്രകാരം കുട്ടിയുടെ ലിംഗനിർണയം സാധ്യമാക്കുന്നത് ഫാദറാണ് ആൻഡ് നോട്ട് ബൈ ദ മദർ. നൗ ലെറ്റ് us study the transport of ovum through the fallopian tube and the process of implantation. ഓവറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവം ഇൻഫൻറ്റുബുലത്തിലേക്ക് എത്തുകയും ആംബുലറി ഇസ്തമിക് റീജിയനിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. Now you can see in the position A secondary oocyte. In position B fertilization happens. ആംബുലറി ഇസ്തമിക് റീജിയനിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഉടനെ സൈഗോട്ടിന് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ക്ലീവേജ് ദാറ്റ് യു ക്യാൻ സീ ഇൻ പൊസിഷൻ സി. 2 സെൽ സ്റ്റേജിലുള്ള സൈഗോട്ടിനെയാണ് പൊസിഷൻ സിയിൽ കാണുന്നത്. പൊസിഷൻ ഡിയിലെത്തുമ്പോഴേക്കും സൈഗോട്ട് 4 സെൽ സ്റ്റേജായി. പൊസിഷൻ ഇ ഇസ്തമസ് റീജിയനിലേക്ക് അടുക്കുമ്പോൾ 8 സെൽ സ്റ്റേജായി മാറുന്നു. ദിസ് ഈസ് കോൾഡ് മോറില. 8 സെൽ സ്റ്റേജിലുള്ള എംബ്രിയോയെ മോറില എന്ന് വിളിക്കുന്നു. മോറില ഇസ്തമിക് റീജിയനിൽ നിന്ന് യൂട്രസിലേക്ക് മൂവ് ചെയ്യുന്നു. നൗ ദ 16 സെൽ സ്റ്റേജ് മോറില ഈസ് ഫോംഡ്. 16 സെൽ സ്റ്റേജ് മോറില യൂട്രസിനുള്ളിലേക്ക് എത്തുന്നു. പൊസിഷൻ ഇയിൽ കാണുന്നത് 16 സെൽ സ്റ്റേജിലുള്ള മോറിലയാണ്. അടുത്ത ചിത്രത്തിൽ കാണുന്നത് ലേറ്റർ സ്റ്റേജിലുള്ള മോറിലയാണ്. Now the morula is transformed into a blastocyst and get implanted into the uterine wall. എംബ്രിയോ ബ്ലാസ്റ്റോസിസ്റ്റായി മാറുന്നതാണ് ജി എന്ന പൊസിഷനിൽ കാണുന്നത്. യൂട്രൈൻ എൻഡോമെട്രിയത്തിലേക്ക് ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റ് ചെയ്യുന്ന ചിത്രം നമുക്ക് വിശദമായി പഠിക്കാം. സൈഗോട്ട ഇസ്തമസിലൂടെ മൂവ് ചെയ്ത് യൂട്രസിലേക്ക് എത്തുന്നു. ഈ സമയത്ത് സൈഗോട്ടിന് ആവർത്തിച്ചുള്ള കോശവിഭജനം മൈറ്റോട്ടിക് വിഭജനം നടക്കുന്നു. ഇതിനെ ക്ലീവേജ് എന്ന് പറയുന്നു. ഇപ്രകാരം ഏകകോശമായ സൈഗോട്ട ഡിവൈഡ് ചെയ്ത് 2, 4, 8, 16 കോശങ്ങളാകുന്നു. ഈ കോശങ്ങളെ ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. 8 to 16 സെൽ സ്റ്റേജിലുള്ള ബ്ലാസ്റ്റോമിയറുകളുള്ള എംബ്രിയോയെ മോറില എന്ന് പറയുന്നു. മോറില വീണ്ടും ഡിവിഷൻ കണ്ടിന്യൂ ചെയ്ത ബ്ലാസ്റ്റോസിസ്റ്റായി രൂപാന്തരപ്പെടുന്നു. നൗ ലെറ്റ് us study the process of formation of blastocyst. മോറില വീണ്ടും വിഘടിച്ച് ബ്ലാസ്റ്റോസിസ്റ്റായി രൂപാന്തരപ്പെടുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിലേക്കുള്ള മൂവ്മെൻറ്റ് തുടരുന്നു. ബ്ലാസ്റ്റോസിസ്റ്റിലുള്ള ബ്ലാസ്റ്റോമിയറുകൾ 2 നിരക്കോശങ്ങളായി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ചിത്രത്തിൽ കാണാം. ഔട്ടർ ലെയർ ഓഫ് സെൽസ് ആണ് ട്രോഫോബ്ലാസ്റ്റ്. ഇത് യൂട്ടറൈൻ എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ട്രോഫോബ്ലാസ്റ്റ് സെൽസ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ യൂട്രൈൻ എൻഡോമെട്രിയം. ഇപ്പോൾ കാണുന്ന ഇന്നർ സെൽമാസ് കോശങ്ങൾ ട്രോഫോബ്ലാസ്റ്റുമായി അറ്റാച്ച് ചെയ്ത് കാണുന്ന ഇന്നർ സെൽമാസ് കോശങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത എംബ്രിയോ ആയി മാറുന്നു. നെക്സ്റ്റ് ഈസ് ദ ഇംപ്ലാന്റേഷൻ. ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ വോളിൽ യൂട്രൈൻ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നതോടെ സെല്ലുകൾ റാപ്പിഡായി വീണ്ടും വിഘടിച്ച് ബ്ലാസ്റ്റോസിസ്റ്റിനെ കവർ ചെയ്യുന്നു. ഇപ്രകാരം ബ്ലാസ്റ്റോസിസ്റ്റ്
യൂട്രൈൻ എൻഡോമെട്രിയത്തിലേക്ക് എംബഡ് ചെയ്യപ്പെടുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ ലീഡ്സ് ടു പ്രഗ്നൻസി. ഇംപ്ലാന്റേഷൻ സാധ്യമാകുമ്പോഴാണ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. നൗ ലെറ്റ് us recap the whole topic with the help of some pictures. ഗ്രാഫിയൻ ഫോളിക്കിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന സെക്കൻഡറി oocyte സെക്കൻഡ് മിയോട്ടിക് ഡിവിഷന് വിധേയമാകുന്നത് സ്പേം എൻട്രിക്ക് ശേഷമാണ്. അപ്രകാരം ഹാപ്ലോയിഡ് ഓവവും സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു. ഹാപ്ലോയിഡ് ഓവം ഹാപ്ലോയിഡ് സ്പേമുമായി ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംപുലറി ഇസ്തമിക് റീജിയനിൽ വെച്ചാണ്. സൈഗോട്ടിന് യൂട്രസിലേക്കുള്ള യാത്രയിൽ ആവർത്തിച്ച് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു. ഇതിന് ക്ലീവേജ് എന്ന് പറയുന്നു. ഇപ്രകാരം ഉണ്ടാകുന്ന സെല്ലുകളെ ബ്ലാസ്റ്റോമിയറുകൾ എന്ന് പറയുന്നു. സൈഗോട്ട് ട്രാൻസ്ഫോംസ് ഇൻറ്റു 2-4 സെൽ സ്റ്റേജ്ഡ് എംബ്രിയോ. 8 സെൽ സ്റ്റേജുള്ള എംബ്രിയോ ആണ് മോറില. മോറില ഇസ്തമിക് റീജിയനിൽ ഉള്ളത് ചിത്രത്തിൽ കാണാവുന്നതാണ്. Now the morula transforms into blastocyst after 4 to 5 days of fertilization. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന എംബ്രിയോയിൽ ഏറ്റവും പുറമെ ട്രോഫോബ്ലാസ്റ്റ് എന്ന സെൽ ലെയറുകൾ കാണാം. ട്രോഫോബ്ലാസ്റ്റ് യൂട്രൈൻ എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ട്രോഫോബ്ലാസ്റ്റുമായി ബന്ധിച്ചു കാണുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഇന്നർ സെൽ മാസ്. ഇന്നർ സെൽ മാസ് എംബ്രിയോ ആയി ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ എൻഡോമെട്രിയത്തിലേക്ക് എംബഡ് ചെയ്യപ്പെടുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്ന എംബഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ. ദെൻ ഫൈനലി ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്നത് ഫെർട്ടിലൈസേഷൻ്റെ 6ാമത്തെ ദിവസമാണ്. ഇപ്രകാരം ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ എൻഡോമെട്രിയത്തിൽ എംബഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ ആൻഡ് ഇറ്റ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് പ്രഗ്നൻസി. I hope now you understand the topic well. Thank you for watching.